ഏറ്റവും സ്നേഹമുള്ള എൻ്റെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഏവർക്കും ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സർക്കിൾസ് എന്ന് പറയുന്ന വൃത്തങ്ങൾ എന്ന സെക്കൻഡ് ചാപ്റ്റർ കുട്ടികളേറെ പ്രയാസമുള്ളതായിട്ട് പലരും എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയുണ്ടായി. സത്യത്തിൽ ഒരു ഡയഗ്രവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ എന്നതിലുപരി സത്യത്തിലെ ആ ആശയങ്ങൾ വളരെ ലളിതമായ ആശയങ്ങളാണ്. ഞാനിവിടെ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിലെ മെയിൻ പോയിന്റ്സ് എല്ലാ പ്രധാന ആശയങ്ങളെയും ഒന്ന് പെട്ടെന്ന് ചുരുക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ഈ ക്ലാസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, വി ക്യാൻ സീ ഫസ്റ്റ് പോയിന്റ്. ഇൻ എ സർക്കിൾ, if we join the ends of the diameter to any point on the circle, we get a right angle. എന്താ പറഞ്ഞ ആശയത്തിന്റെ അർത്ഥം? വൃത്തത്തിലെ ഏതൊരു വ്യാസത്തിൻ്റെയും അഗ്രബിന്ദുക്കള് വൃത്തത്തിലെ ഏതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ നമുക്ക് മട്ടകോൺ കിട്ടുന്നു. If we join the ends of the diameter of the circle, here in this figure, you see this red line is a diameter, and we can represent the ends of the diameter as A and B. Here A and here B. A and B are the end points of the diameter AB. C കേന്ദ്രമായ വൃത്തത്തിലെ എ ബി എന്ന വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാണ് എയും ബിയും. And if we join the ends of this diameter to any point on the circle, see there is a point here P on the circle. We can name it as P. Here the point is named as P. P എന്ന് പറയുന്ന ബിന്ദുവാണ് വൃത്തത്തിലെ ബിന്ദു. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ അഗ്രബിന്ദുക്കളെ എയും ബിയും നമ്മൾ ഈ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന ആംഗിള്, ഈ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് റൈറ്റ്, 90 ഡിഗ്രിയാണ്. അതാണ് ഒരു പ്രധാന ആശയം. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ വീണ്ടും ഇതേ ഒരു ആശയം തന്നെ താഴെ നമുക്ക് വരച്ച് കാണിക്കാം. യു ക്യാൻ സീ എ ആൻഡ് ബി ആർ ദി എൻഡ്സ് ഓഫ് ദി ഡയാമീറ്റർ എ ബി, and another point Q is there here in the circle. Q is a point in the circle, on the circle. And if we join the ends of the diameter AB to this point, see, and joining the ends of the diameter A and B to the point Q on the circle, what do we get? We get another angle, and this is also right. Also right. Right means 90 degree. അപ്പോൾ ഇതാണ് ഒരു ആശയം. സിമ്പിൾ അല്ലേ? നമുക്കൊന്ന് പറയാം പഠിച്ച ആശയം എന്താണെന്ന്. If we join the ends of the diameter of the circle to any point on the circle, we get right angle. ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ നമുക്ക് എല്ലായ്പ്പോഴും മട്ടകോൺ കിട്ടും. നമുക്കറിയാം, ഒരു വൃത്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 തരത്തിലെ ബിന്ദുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പറയാ ദി പോയിന്റ്സ് ഓൺ ദി സർക്കിൾ, വൃത്തത്തിലെ ബിന്ദു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദി പോയിന്റ്സ് ഇൻസൈഡ് ദി സർക്കിൾ, വൃത്തത്തിന്റെ അകത്ത് ബിന്ദുക്കൾ. പിന്നെ പഠിച്ചിട്ടുണ്ട് ദി പോയിന്റ്സ് ഓൺ ദി ഔട്ട്സൈഡ് ദി സർക്കിൾ, വൃത്തത്തിന്റെ പുറത്തെ ബിന്ദുക്കൾ. അപ്പൊ വൃത്തത്തിലെ ബിന്ദുവുമായിട്ട് ഡയാമീറ്ററിന്റെ അഗ്രബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ കിട്ടുമെങ്കിൽ, വാട്ട് അബൌട്ട് ദി പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ? ഇപ്പൊ നമ്മൾ ഇവിടെ ഈ വൃത്തത്തിന്റെ അകത്ത് ഒരു ബിന്ദുവാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ബിന്ദു കണ്ടാ, ഈ ഒരു ബിന്ദുവിന് ഞാൻ R എന്ന് പേര് കൊടുത്തു. R is the point inside the circle, and if we join the ends of the diameter to the point R inside the circle, then we get an obtuse angle. Here we get an obtuse angle. I measured it and it is 130 degree. It is an obtuse angle. What is mean by obtuse angle? ബൃഹത്ത് കോൺ എന്ന് മലയാളത്തിൽ പറയും. 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടത് ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കള് വൃത്തത്തിന് അകത്തെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിന്റെ അളവ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ബൃഹത്ത് കോണായിരിക്കും. അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. സോ വി ഗോട്ട് അനദർ പോയിന്റ്. എന്താണ് രണ്ടാമത് പഠിച്ച ആശയം? ഇഫ് യു ജോയിൻ ദി എൻഡ്സ് ഓഫ് ദി ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ ടു എ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ, വി ഓൾവേസ് ഗെറ്റ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായി. And what about a point outside the circle? ഇനി വൃത്തത്തിന് പുറത്തൊരു ബിന്ദു നമുക്ക് നോക്കാം. Suppose S is a point outside the circle. Here S is a point outside the circle. And if we join the ends of the diameter to the point S on outside the circle, and we get always an acute angle. What is mean by acute angle?
ഇറ്റ് ഈസ് 60 ഡിഗ്രി, ദാറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. സോ നമ്മൾ കണ്ട ആശയം എന്താണ്? വൃത്തത്തിലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കള് വൃത്തത്തിന്റെ വെളിയിലുള്ള ബിന്ദുവുമായി യോജിപ്പിച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നു? ന്യൂനകോൺ കിട്ടുന്നു. അതായത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. 3 ആശയങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇവിടെ പഠിച്ചത്. 3 ആംഗിളുകളെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ആംഗിളുകളെ കുറിച്ച് പഠിച്ചത്? ഇഫ് യു ജോയിൻ the end points of the diameter to a point on the circle, we always get a right angle. And if we join the end points of the diameter to the point inside the circle, we always get an obtuse angle. And if we join the ends of the diameter to a point outside the circle, we always get an acute angle. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിലെ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ നമുക്ക് എല്ലായ്പ്പോഴും മട്ടകോൺ കിട്ടും. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന് അകത്തൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ നമുക്ക് എപ്പോഴും ബൃഹത്ത് കോൺ കിട്ടും. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളെ വൃത്തത്തിന്റെ വെളിയുള്ള ബിന്ദുവുമായി യോജിപ്പിച്ചാൽ നമുക്ക് എല്ലായ്പ്പോഴും എന്ത് കിട്ടും? ന്യൂനകോൺ കിട്ടും. ഈ ആശയത്തിലൂന്നിയ കണക്കുകൾ നമുക്ക് ആദ്യം തന്നെ ചാപ്റ്റർ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ആശയം ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ആശയത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മള് ഈ ആശയത്തിൽ കണ്ട ഒരു പ്രത്യേകത എന്താണ്? ഡയാമീറ്റർ വൃത്തത്തെ 2 തുല്യ ഭാഗമായി ഭാഗിക്കുന്നു. ഒരു വൃത്തത്തിന്റെ വ്യാസം വൃത്തത്തിനെ 2 തുല്യ ഭാഗം അഥവാ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. അങ്ങനെ നമ്മൾ അർദ്ധഗോളത്തിലുള്ള കോണുകൾ എന്താന്ന് കണ്ടു? 90 ഡിഗ്രി ആണെന്ന് കണ്ടു അല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90 ഡിഗ്രി. ഈ 2 ആംഗിൾ എങ്ങനെ കിട്ടിയത്? ബൈ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് ദി ഡയാമീറ്റർ ടു ദി പോയിന്റ് ഓൺ ദി സർക്കിൾ. അപ്പൊ ഈ ആംഗിൾ പറയുന്ന പേരാണ് ആംഗിൾ ഇൻ ദി സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോൺ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആണ് എന്ന ഒരു ആശയമാണ് അടുത്തതായി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഒന്ന് പറഞ്ഞ എല്ലാ കുട്ടികളും, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ? അർദ്ധവൃത്തത്തിലെ കോൺ എല്ലായ്പ്പോഴും മട്ടകോണായിരിക്കും. എങ്ങനെയാണ് നമുക്ക് അർദ്ധവൃത്തം കിട്ടുക? If you draw a diameter, we will get 2 equal parts, and that is known as semicircle. Okay, അതാണ് അടുത്ത ആശയം. നമ്മൾ ഒരു വ്യാസം വരച്ചാൽ ആ വ്യാസം വൃത്തത്തെ 2 അർദ്ധവൃത്തമാക്കുന്നു എന്ന് പഠിച്ചു അല്ലേ? വ്യാസമല്ലാത്ത മറ്റൊരു ഞാൻ വരച്ചാൽ എന്ത് സംഭവിക്കും? If you draw a chord other than diameter, what will happen? നമുക്ക് നോക്കാം. Let's see. Here this red line is a chord, but it is not a diameter. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ റെഡ് ലൈൻ എന്താണ്? ഒരു ഞാനാണ്, പക്ഷെ അതെന്തല്ല, അത് വ്യാസമല്ല. നമ്മൾ നേരത്തെ ഇവിടെ ഈ വരച്ച റെഡ് ലൈൻ ഇതെന്തായിരുന്നു? ഇത് വ്യാസമായിരുന്നു. ഇറ്റ് ഇസ് എ ഡയാമീറ്റർ ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ദി സർക്കിൾ ഇൻടു 2 equal parts or 2 equal semi circles. ഇത് നമ്മൾ കണ്ടു. ഈ അർദ്ധവൃത്തമായിട്ട് വിഭജിക്കുകയാണ് ചെയ്തത് ഈ റെഡ് ലൈൻ. കാരണം ഈ റെഡ് ലൈൻ എന്താണ്? ഡയാമീറ്റർ ആണ്. അപ്പൊ അത് 2 തുല്യ ഭാഗമാക്കി. പക്ഷെ ഇവിടെ ഇതെന്തല്ല, ഇത് വ്യാസമല്ല, ഡയാമീറ്റർ അല്ല, വെറും ഒരു ഞാനാണ്. അതായത് വ്യാസമല്ലാത്ത ഒരു ഞാൻ വരച്ചാൽ and that chord will divide the circle into 2 parts but which are not equal. അപ്പൊ നമ്മൾ നോക്കിയ ഈ റെഡ് ലൈൻ, this is a chord but it is not a diameter. ഇതെന്തല്ല, വ്യാസമല്ല. So a chord which is not a diameter divides the circle into 2 different parts. 2 വ്യത്യസ്ത ഭാഗമാക്കി വിഭജിക്കുന്നു. ഒന്ന് നോക്കിയ large portion and another one small portion. So a chord which is not a diameter divides the circle into 2 different parts. One is large and another one is small. അങ്ങനെ നമ്മൾ 2 ഭാഗമാക്കി വിഭജിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ നോക്കിയ ഈ ആംഗിളും ഈ ആംഗിളും, is it right angle? No, it is not right angle. ഇത് റൈറ്റ് ആംഗിൾ ആണോ? അല്ല. But these 2 angles are equal. So what is the നോക്കിയ ഈ 2 ആംഗിൾ എന്ന് പറയുമ്പോൾ what is the speciality of these 2 angles? These 2 angles are the angles on one part of this circle. ഇത് ഈ 2 കോണുകളും ഈ വൃത്തത്തിനെ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തുള്ള കോണുകളാണ്. See which are the 2 parts? One part is from here to here, this large portion, upper part, and there is another lower part. The lower part, there is small part. ഇവിടെ തൊട്ട് ഇവിടെ വരെ. And these 2 angles, you can mark it as P and Q. P and Q, you can note it as P and Q. And here this chord is denoted as AB.
എ ബി എന്ന് പറയുന്ന കോഡ് എന്തിരിക്കുന്നു, ഈ വൃത്തത്തെ രണ്ട് ഭാഗമാക്കി അതിൽ വലിയ ഭാഗത്തുള്ള ആംഗിൾ ആണ് ആംഗിൾ എ പി ബി ആൻഡ് ആംഗിൾ എ ക്യു ബി. ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഇത് ഞാൻ അളന്നു നോക്കിയപ്പോൾ കിട്ടിയത് 65 ഡിഗ്രിയാണ്. ഇതും അളന്നു നോക്കിയപ്പോൾ എത്ര കിട്ടിയത് 65 ഡിഗ്രിയാണ്. അപ്പോൾ വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ രണ്ട് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളാക്കി വിഭജിക്കുന്നു. അതിൽ ഓരോ ഭാഗത്തുമുള്ള കോണുകള് തുല്യമാണ്. ഇനി നോക്കിയേ, ഇവിടെ താഴെയുണ്ട് ഇതുപോലെ ചെറിയൊരു പോർഷൻ. അവിടെ ഉണ്ടായ ഈ ആംഗിളും നമുക്ക് ഒന്ന് അളന്ന് നോക്കിയാൽ ഇത് എത്രയാണ് 115 ഡിഗ്രി. ഇതാണെന്നപ്പോ ഇതും 115 ഡിഗ്രി. ഈ രണ്ട് ആംഗിളുകളും തുല്യമാണ്. അപ്പൊ നമ്മളിവിടെ കണ്ട പ്രത്യേകത എന്താന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ നമുക്ക് നോക്കാം. എനി കോഡ് which is not a diameter splits the circle into unequal parts. വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുന്നു. പിന്നെ the angle got by joining any points on the larger part to the end of the chord അല്ലേ ഈക്വൽ, രണ്ടെന്താണ് തുല്യമാണ് എന്ന ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മൾ പുതിയതായി പഠിക്കുന്ന മറ്റൊരാശയം. എന്താണെന്ന് ഒരിക്കൽ കൂടെ പറയാം. വ്യാസമല്ലാത്ത ഒരു ഞാൻ വൃത്തത്തെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളാക്കി വിഭജിക്കുന്നു. അതിൽ ഓരോ ഭാഗത്തുമുള്ള കോണുകൾ തുല്യമാണ്. മുകൾ ഭാഗത്ത് കാണുന്ന ഈ രണ്ട് ആംഗിളും തുല്യമാണ്, താഴെ കാണുന്ന ഈ രണ്ട് ആംഗിളുകളും തുല്യമാണ്. അപ്പൊ കുട്ടികളെ, നമ്മൾ ഇന്ന് പറഞ്ഞ കുറച്ച് ആശയങ്ങൾ, ഈ ആശയങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൃത്യസ്ഥമാക്കുക. ബാക്കി ആശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് കേൾക്കാം. അപ്പൊ എല്ലാവരും വളരെ ലളിതമായ ഈ ചാപ്റ്റർ ആണെന്ന് തിരിച്ചറിയുക. ഈ ചാപ്റ്ററിലെ ആശയങ്ങൾ നമുക്ക് പയ്യെ വ്യത്യസ്തമാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ചുള്ള കണക്കുകളിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, താങ്ക് യു.